ഹലോ, അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണേ. ഇപ്പോൾ സമയം കൃത്യം പറയുവാണെങ്കിൽ 5:50 രാവിലെ. ഞാനാണെങ്കിൽ സാധാരണ 5:05 എഴുന്നേൽക്കുന്നതാണ് കേട്ടോ. ഇന്നങ്ങ് ഉറങ്ങിപ്പോയെന്നേ. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയാണ്ട് അടുക്കളയിൽ കിടന്ന് പരതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നോക്കിയപ്പോഴേക്കും കുറച്ച് ചിക്കൻ പീസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന്. ഇതാവുമ്പോൾ ഉണ്ടല്ലോ, ഇത് മാത്രം അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഞാൻ ചോറ് ഉണ്ടാക്കണം, പിന്നെ കറിയാവുമ്പോൾ 2 കറിയെങ്കിലും ഉണ്ടാക്കിയൊക്കെ കൊടുക്കണ്ടേ. പിന്നെ എന്തുണ്ടാക്കണമെന്നുള്ളൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും നടക്കത്തുമില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ബിരിയാണി തട്ടിക്കൂട്ടും. അപ്പോൾ അരിയൊക്കെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി സവാളയൊക്കെ കഴുകി നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുത്തു. തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുപ്പത്തേക്ക് കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അവസാനം നമ്മളിങ്ങനെ ഭംഗിക്കായിട്ട് ഇടൂലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വരുന്ന നേരത്തിന് നമ്മൾ കുറച്ച് മൈദ മാവ് എടുത്ത് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കലക്കിയൊക്കെ അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി വന്ന സവാളയും തക്കാളിയും പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ട് ചിക്കനും ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അല്ല കേട്ടോ, ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് വാർന്ന് വെച്ചിരിക്കുന്ന അരിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കണക്കിന് ഒഴിച്ചിട്ട് കുക്കറങ്ങ് അടച്ചു വെച്ച് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റാകുന്ന നേരത്തിന് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ഇതിങ്ങനെ ഒരു അപ്പം പോലെ ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഫില്ലിങ്ങില്ലേ, നമ്മളിപ്പോൾ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടത് അതും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അതുമല്ല, ഇത് അവർക്ക് ഇഷ്ടമാണ്, കുട്ടികൾക്ക് മധുരമുള്ളതായതുകൊണ്ട്. അപ്പോൾ ഇതങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പമൊക്കെ വേഗം ചുട്ടെടുത്തിട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇതേ ബിരിയാണിയുടെ വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്നപ്പോഴേക്കും കുഴപ്പമില്ല, തട്ടിക്കൂട്ടാണെങ്കിലും ഒത്തിട്ടുണ്ട് കേട്ടോ ഇന്ന്. അങ്ങനെ ബിരിയാണിയൊക്കെ പെട്ടെന്ന് സെറ്റാക്കി. സത്യത്തിലുണ്ടല്ലോ 2 പേർക്കും ഇന്ന് അറിയില്ല കേട്ടോ ബിരിയാണി ആണെന്ന്. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴായിരിക്കും ഞെട്ടാൻ പോകുന്നത്. ഞാൻ വൈകിയത് കൊണ്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് കറിയൊക്കെ ഒപ്പിക്കുമെന്നും പറഞ്ഞിരിക്കുവാണ് 2 പേരും. അപ്പോഴായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ഞെട്ടാൻ പോകുന്നത് കേട്ടോ. വൈകിയത് കൊണ്ട് തന്നെ 2 പേരും ഇന്ന് കിച്ചണിലേക്ക് വന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ആമി വന്ന് ചോദിക്കുന്നതാണ് എന്താ കറിയമ്മയെന്നൊക്കെ. പക്ഷെ ഇന്ന് ആൾ വന്നിട്ടില്ല. അപ്പോൾ തുറക്കുമ്പോഴായിരിക്കും ഉച്ചയ്ക്ക് അറിയാൻ പോകുന്നത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച സവാളയൊക്കെ ഇങ്ങനെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, തൈരും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ട് വേണം എനിക്ക് പോയി റെഡിയാകാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര.